നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. കശ്മീരിൽ കടുപ്പിച്ച് പാകിസ്ഥാനെതിരെ പ്രധാനമന്ത്രിയുടെ കടുത്ത താക്കീതിനു പിന്നാലെ ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് വ്യക്തമാക്കി അമിത് ഷായും. രാജ്യം ഒറ്റക്കെട്ടായി തീവ്രവാദത്തെ ചെറുക്കണമെന്ന് BJP ദേശീയ കൗൺസിൽ. ഭീകരവാദത്തെ പാകിസ്ഥാൻ പരസ്യമായി പിന്തുണയ്ക്കുന്നതായും പാർട്ടി ദേശീയ അധ്യക്ഷൻ. കശ്മീർ വിഷയത്തിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല. തീവ്രവാദത്തിനെതിരായ യുദ്ധത്തിൽ രാജ്യം അന്തിമ വിജയം നേടും. ഇന്ത്യയെ അംഗീകരിക്കാത്തവരുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്നും കോഴിക്കോട്ട് പാർട്ടി ദേശീയ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം. പണി കിട്ടിയപ്പോൾ പിന്തുണ. കെ ബാബുവിനെ സംരക്ഷിക്കാതിരുന്ന നടപടിയിൽ രാഷ്ട്രീയകാര്യ സമിതിയിലെ വിമർശനങ്ങൾക്ക് പിന്നാലെ ബാബുവിന് പിന്തുണയുമായി സുധീരൻ. ബാർക്കോഴ കേസിൽ വിജിലൻസ് നടത്തുന്നത് പകപോക്കൽ രാഷ്ട്രീയം. ബാബുവിനെതിരെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ ഹാജരാക്കാൻ വിജിലൻസിന് കഴിഞ്ഞില്ലെന്നും KPCC അധ്യക്ഷൻ. വിജിലൻസ് നീക്കം വ്യക്തമായത് ഇപ്പോഴെന്നും ഘടകകക്ഷികളുമായി ചേർന്ന് ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്നും തലസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ സുധീരൻ. രാഷ്ട്രീയകാര്യ സമിതിയുടെ അടുത്ത യോഗം ഒക്ടോബർ 3 ചേരും. അതേസമയം സുധീരനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന നേതാക്കൾ. KPCC അധ്യക്ഷൻ ആദർശത്തിന്റെ തടവറയിലെന്ന് മുല്ലപ്പള്ളിയും ആദർശം പറഞ്ഞു പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കരുതെന്ന് MM ഹസനും. 10 വർഷമായി പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാത്തയാളാണ് മുല്ലപ്പള്ളിയെന്ന് സുധീരന്റെ മറുപടി. കക്ഷി ചേരാൻ VS. മൈക്രോ ഫിനാൻസ് ക്രമക്കേടിൽ നിലപാട് കടുപ്പിച്ച VS. കേസിൽ കക്ഷി ചേരുമെന്ന് പ്രഖ്യാപനം. കേസ് അട്ടിമറിക്കാൻ വെള്ളാപ്പള്ളി നടത്തുന്ന ചെപ്പടി വിദ്യകൾ വിലപ്പോകില്ലെന്നും VS അച്യുതാനന്ദൻ. നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി SNDP ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നൽകിയ ഹർജിയിലാണ് കക്ഷി ചേരാൻ VS അപേക്ഷ നൽകുക. കാൺപൂരിൽ കണ്ണും നട്ട്. കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡിന് 434 റൺസ് വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 377 റൺസ് എടുത്ത ഇന്ത്യ കിവീസിനെ ബാറ്റിംഗിന് അയച്ചു. രോഹിത്തിനും ജഡേജയ്ക്കും അർദ്ധ സെഞ്ചുറി. ഒന്നാം ഇന്നിംഗ്സിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 318 റൺസിന് പുറത്തായിരുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കിവീസ് 10 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 262 റൺസ്. ആദ്യ മത്സരത്തിൽ രവീന്ദ്ര ജഡേജ 5ഉം അശ്വിൻ 4 വിക്കറ്റുകൾ നേടി. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2900 രൂപ, പവൻ 23,200 രൂപ. വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 സൂര്യവാസൻ ചേരും. നമസ്കാരം.